വാർപ്പ് കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ കുറച്ചധികം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുക്കളത്തെ പണിയും ചോറും കൂട്ടാനും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതൊന്നും ചെയ്യൽ നടക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മളൊന്നും പാർസൽ വാങ്ങിയതാണ് കേട്ടോ. നല്ല ചുമയും ശ്വാസം മുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത്. എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഇപ്പം നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ഇന്നും നമ്മൾ മധു തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പാർസൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടാറില്ല കേട്ടോ. കാരണം കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എനിക്കാണെങ്കിലും മധുഹൂത്തിനേക്കാളും മന്തിയും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെയാണ് കേട്ടോ നല്ലപോലെ ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്നുകൂടെ നനക്കാൻ പോകാനുണ്ട്. മധുഹൂത്താണെങ്കിലും ഇതിന്റെ കൂടെ എല്ലാം മയോണൈസും ചട്നി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ ഉള്ളിൽ തന്നെ വെച്ചതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തൊക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ 1-2 ദിവസം പാമ്പിനെ കണ്ടു പുറത്ത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. എല്ലാതും അലക്കുന്ന ഡ്രസ്സും ഒക്കെ ഇപ്പോൾ നമ്മൾ ഉള്ളിലാണ് കേട്ടോ വെക്കാറുള്ളത്. ഇതിന് ചുറ്റും നമ്മൾ മരുന്നടിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണ് ഈ ഒരു കൊട്ടയിലൊക്കെ വന്ന് കയറി കിടക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്ക് കുറച്ച് നനക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. വാർപ്പിന് ഫുള്ള് കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സച്ചും ആദ്യം ഒപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ കയറിയിട്ട് അവരുടെ അടുത്ത് മോട്ടറൊക്കെ ഇടാൻ പറയാം. പക്ഷെ അവരുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ് കേട്ടോ. അപ്പുറത്തൊക്കെ അങ്ങനെ പക്കത്തൊക്കെ പോയി എത്തി നോക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മളൊക്കെ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. കുഞ്ഞാക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നനക്കേണ്ട ഡ്യൂട്ടിയൊക്കെ നിൽക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം കുഞ്ഞാക്ക് തന്നെയാണ് കേട്ടോ എല്ലാതും ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ പടവിന് നനക്കുന്ന പോലെ അല്ലല്ലോ അല്ലേ. വാർപ്പിന് നനക്കുമ്പോൾ അതിന് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നനക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ നനക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ നല്ലപോലെ വേദന ഉണ്ടാവും. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല. നിപ്പിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണല്ലോ. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നനക്കുന്നു വെച്ചാൽ നമ്മൾ ആകെ നനയും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് എന്തും ആസ്വദിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു രസമാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലൊരു ഫില്ലറും കൂടെ ഉണ്ട്. അതും കൂടെ നനച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് പെറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു മുട്ടും പലകയൊക്കെ തട്ടിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്ന് ക്ലീൻ ആക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് മനസ്സൊക്കെ ഒരു പൊറുതിയേടാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ എപ്പോഴാണ് അത് ക്ലീൻ ആക്കാൻ പറ്റുക, എപ്പോഴാണ് ഈ ഒരു മുട്ടും പലകയൊക്കെ അവർ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും പറഞ്ഞ ദിവസം കഴിയാതെ എന്തായാലും അവരത് എടുക്കൂല, നമുക്ക് എടുക്കാനും പറ്റൂല. ഇതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ. ചെന്നിട്ട് ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. കമൻറ്റ് തീരെ മറക്കല്ലേ.